അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹി ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത പ്രപഞ്ചനാഥനിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങളിൽ ഓരോരുത്തരും സദാ വർഷിപ്പുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫീ സിൽമിൻ ഖാഫതൻ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. സൂറ അൽ ബഖറ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക. പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ പിന്തുടരുന്നത്, അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു. നമ്മളെത്തുള്ളതൊക്കെ നൽകിയത് അള്ളാഹുവാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തന്നത് അള്ളാഹുവാണ്. രണ്ട് കാലഘട്ടങ്ങളിൽ നടന്ന രണ്ട് കഥകൾ സാദൃശ്യമുള്ളതാണ്. രണ്ടും നടക്കുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബക്കാരനായിരുന്നു ഖാറൂൻ. നല്ല മനുഷ്യൻ, പക്വതയുള്ള വിശ്വാസി. എപ്പോഴും മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയും, മൂസേ, താങ്കൾ അള്ളാഹുവോട് സംസാരിച്ച ആളല്ലേ, എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഞാൻ കുറച്ച് സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ പാവങ്ങളൊക്കെ ശരിക്കും നോക്കുകയും ചെയ്യുമല്ലോ. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രയാസത്തിന് ഒരറുതി വരുമല്ലോ. പലതവണ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മൂസാ നബി അലൈഹി സ്വലാം ഖാറൂന് വേണ്ടി പ്രാർത്ഥിച്ചു. ഖാറൂനെ കുറിച്ച് അള്ളാഹു സൂറ അൽ ഖസസിലെ 76-ാമത്തെ ആയത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ വബഗ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹു ലതനൂ മിനൽ ഉസ്ബതി ഉലിൽ ഖുവ്വതി ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫറഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ ഫരിഹീൻ. തീർച്ചയായും ഖാറൂൻ മൂസയുടെ ജനതയിൽപ്പെട്ടവനായിരുന്നു. എന്നിട്ട് അവൻ അവരുടെ നേരെ അതിക്രമം കാണിച്ചു. തൻ്റെ ഖജനാവുകൾ ശക്തന്മാരായ ഒരു സംഘത്തിന് പോലും ഭാരമാകാൻ തക്കമുള്ള നിക്ഷേപങ്ങൾ നാം അവന് നൽകിയിരുന്നു. അവനോട് അവൻ്റെ ജനത ഇപ്രകാരം പറഞ്ഞ സന്ദർഭം, നീ പുളകം കൊള്ളേണ്ട, പുളകം കൊള്ളുന്നവനെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുകയില്ല. ഖാറൂൻ പണ്ടൊക്കെ ദേവാലയങ്ങളിലൊക്കെ കൃത്യസമയത്ത് ആചാരങ്ങൾക്ക് നമസ്കാരങ്ങൾക്കൊക്കെ വരുന്ന ആളായിരുന്നു. മൊത്തം സമ്പത്തുക്കളെ കൂടിയപ്പോൾ അതിനൊക്കെ സമയമില്ലാതായി. ക്രമേണ മൾട്ടി ബില്യണറായ ഖാറൂനോട് ആ കാലഘട്ടത്തിലെ മീഡിയകൾ ചോദിച്ചു, ഓ മിസ്റ്റർ ഖാറൂൻ, വാട്ട് ഈസ് ദ സക്സസ് ഓഫ് യുവർ ലൈഫ്? ഖാറൂൻ്റെ മറുപടിയാണ് അത്ഭുതകരം. ഈ കാര്യം അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമി ഇൻദി. ഖാറൂൻ പറഞ്ഞു, എൻ്റെ കൈവശമുള്ള വിദ്യ കൊണ്ട് മാത്രമാണ് എനിക്കത് ലഭിച്ചത്. അഹങ്കാരിയായ ഖാറൂൻ്റെ ആ സംസാരം അള്ളാഹുവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അള്ളാഹു ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, വഖസഫ്നാ ബിഹി വബിദാരിൽ അർള് വമാ കാന ലഹു മിൻ ഫിയതി യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മിനൽ മുൻതസിരീൻ. അങ്ങനെ അവനെയും അവൻ്റെ ഭവനത്തെയും നാം ഭൂമിയിലാത്തിക്കളഞ്ഞു. അപ്പോൾ അള്ളാഹുവിന് പുറമെ തന്നെ സഹായിക്കുന്ന ഒരു കക്ഷിയും അവനുണ്ടായിരുന്നില്ല. അവൻ സ്വയം രക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലുമായില്ല. മറ്റൊരു കഥ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പള്ളിയിലെ മാടപ്രാവ് എന്ന് വിളിക്കപ്പെട്ട ഒരാളുണ്ടായിരുന്നു. എല്ലാ നമസ്കാരത്തിനും സൽപ്രവർത്തനത്തിനും മുൻപന്തിയിലുണ്ടായിരുന്ന ചെറുപ്പക്കാർ. അതിയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ള ആളാണ്, എനിക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം. കേട്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചു, സഅലബ, അല്പം കുറച്ച് പണം മാത്രം പോരേ എന്ന്? കൂടുതൽ കിട്ടിയാൽ അള്ളാഹുവിനെ മറന്നു പോവില്ലേ എന്ന്? സഅലബ പറഞ്ഞു, പ്രവാചകരെ, ധാരാളം കിട്ടിയാൽ പാവങ്ങൾക്ക് വിതരണം ചെയ്യാമല്ലോ. സഅലബയുടെ സ്വത്ത് വർദ്ധിച്ചു കൂമ്പാരമാവാൻ തുടങ്ങി. ബിസിയായത് കാരണം നമസ്കാരത്തിനൊക്കെ വല്ലപ്പോഴുമേ പങ്കെടുക്കാനുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് സക്കാത്ത് നിർബന്ധമാക്കിയുള്ള ആയത്തിറങ്ങിയത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തും കൊണ്ട് ആളെ അയച്ചു. കത്ത് വായിച്ചു പറഞ്ഞു, ഇതെന്തൊരു നികുതി! ഒന്നുകൂടി ആലോചിക്കട്ടെ, നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി തിരിച്ചു വരൂ. പ്രവാചകന്റെ എഴുത്തുമായി പോയവർ തിരിച്ചു വന്ന് പ്രവാചകനോട് കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്താണ് സൂറ അൽ ബഖറയിലെ 75ഉം 76ഉം ആയത്ത് അവതരിക്കുന്നത്. വമിൻഹും മൻ ആഹദ അല്ലാഹു ലൻ ആതാന മിൻ ഫദ്ലിഹി ലനസദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ. അല്ലാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ദാനം ചെയ്യും, ഞങ്ങൾ സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കും എന്ന് പറഞ്ഞ ആൾ. ലമ്മാ ആതാഹും മിൻ ഫദ്ലിഹി ബഖിലൂ ബിഹി വതവല്ലൗ വഹും മുഗ്രിദൂൻ. എന്നിട്ട് അവൻ അവർക്ക് തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നൽകിയപ്പോൾ അവരതിൽ പിശുക്ക് കാണിക്കുകയും അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുകയും ചെയ്തു. സമ്പത്ത് വന്നപ്പോൾ ചിന്തകൾ മാറിയ രണ്ട് കാലഘട്ടത്തിലെ 2 ബില്യനേഴ്സിൻ്റെ കഥ. ഇതുമായി നമ്മൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്ന് സ്വയം
പരിശോധിക്കുക. അല്ലാഹുവേ, നീ ഞങ്ങളെ നിൻ്റെ നേരായ മാർഗത്തിൽ നയിക്കണമേ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.